അജ്ഞതകളെ അകറ്റി അറിവിന്റെ പ്രകാശത്തെ വരവേൽക്കുന്ന ആഘോഷമാണ് ദീപാവലി. ഭാരതത്തിൽ ഉടനീളം ഹിന്ദു, സിഖ്, ജൈന മതവിശ്വാസികൾ വിളക്ക് തെളിയിച്ചും മധുരം കൈമാറിയും പടക്കം പൊട്ടിച്ചും ദീപാവലി ആഘോഷിക്കുന്നു. തുലാമാസത്തിലെ അമാവാസി ദിനമാണ് ദീപാവലിയായി കണക്കാക്കപ്പെടുന്നത്. മൺചിരാതുകളിലും വിളക്കുകളിലും ദീപം കൊളുത്തിയാണ് വെളിച്ചത്തെ ദീപാവലി നാളിൽ ഉത്സവമാക്കി മാറ്റുന്നത്. ദീപാവലി ആഘോഷങ്ങളും ഐതിഹ്യങ്ങളും പ്രാദേശികമായി വൈവിധ്യം നിറഞ്ഞതാണ്. ശ്രീരാമ വരവേൽപ്പ്. രാവണ നിഗ്രഹത്തിന് ശേഷം അയോധ്യയിലേക്ക് തിരികെ എത്തിയ ശ്രീരാമനെ വരവേറ്റ ദിവസത്തിന്റെ സ്മരണ പുതുക്കലായും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു. വിജയദശമി നാൾ രാവണനെ വധിച്ച ശ്രീരാമൻ കുറച്ചു ദിവസങ്ങൾ കൂടി ലങ്കയിൽ നിന്നു. രാവണന്റെ അനുജനായ വിഭീഷണനെ രാജാവായി അഭിഷേകം ചെയ്ത ശേഷം പരിവാര സമേതം അയോധ്യയിലേക്ക് പുറപ്പെട്ട രാമൻ ഒരു കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് അയോധ്യയിൽ തിരികെ എത്തുന്നത്. 14 വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ തിരികെ എത്തുമ്പോൾ അതിഗംഭീരമായ വരവേൽപ്പാണ് രാജമൊരുക്കിയത്. അലങ്കരിച്ച രഥത്തിൽ സാവധാനം നീങ്ങിയ രാമനെ രാജപാതയുടെ ഇരുവശത്തും ദീപം കൊണ്ട് അലങ്കരിച്ചാണ് സ്നേഹസമ്പന്നരായ അയോധ്യാവാസികൾ സ്വീകരിച്ചതെന്നാണ് ഒരു ഐതിഹ്യം. ഒരു ഐതിഹ്യപ്രകാരം നരകാസുരനെ മഹാവിഷ്ണു നിഗ്രഹിച്ച ദിവസമെന്നാണ്. ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരൻ നാരായണാസ്ത്രം ലഭിച്ചതോടെ അതിക്രൂരനും ബലാത്കാരിയുമായി മാറി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നരകാസുരന്റെ ക്രൂരതയ്ക്ക് ഇരയായി. ഒരു ദിവസം സ്വന്തം ശക്തിയിൽ അഹങ്കാരിയായ നരകാസുരൻ ദേവേന്ദ്രന്റെ താമസ സ്ഥലത്ത് ചെന്ന് ചിഹ്നങ്ങളായ വെൺകൊറ്റക്കുടയും കിരീടവും ഇന്ദ്രന്റെ അമ്മയായ അതിഥിയുടെ വൈരക്കമ്മലുകളും കൈക്കലാക്കുകയും ചെയ്തു. ഇതിൽ ഭയന്ന ഇന്ദ്രൻ മഹാവിഷ്ണുവിന്റെ അടുത്ത് അഭയം പ്രാപിച്ചു. തുടർന്ന് മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊപ്പം ഗരുഡാരൂഢനായി എത്തി നരകാസുരനുമായി യുദ്ധം ചെയ്യുകയും അർദ്ധരാത്രി കഴിഞ്ഞയുടൻ നരകാസുരനെ വധിക്കുകയും ചെയ്തു. നരകാസുരവധത്തിൽ ആനന്ദത്തിലായ ദേവന്മാർ ദീപങ്ങളോടും കരഘോഷത്തോടും മധുരപലഹാരത്തോടും കൂടി ആ ദിനം ആഘോഷിച്ചു. ശ്രീകൃഷ്ണൻ നരകാസുര നിഗ്രഹം നടത്തുമ്പോൾ തന്റെ ദുഃഖം ലോകത്തിന്റെ സുഖമായി തീരട്ടെ എന്ന് നരകാസുരൻ പ്രാർത്ഥിച്ചുവെന്നും കഥയുണ്ട്. നാം സ്വയം ദുഃഖിക്കുമ്പോഴും മറ്റുള്ളവർ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കണമെന്ന സുചിന്തയുടെ പ്രതീകമായും ദീപങ്ങളെ കണക്കാക്കാം. മഹാഭാരതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ പാണ്ഡവരുമായി ചേർന്ന് വരുന്ന കഥയാണ്. കൗരവരുമായി ചൂതാട്ടത്തിൽ പരാജയപ്പെട്ട 12 വർഷത്തെ വനവാസം കഴിഞ്ഞ് തിരികെ എത്തുന്ന പാണ്ഡവരുടെ മടങ്ങിവരവ് ആഘോഷിക്കുന്നതാണ് ദീപാവലി എന്നാണ് മറ്റൊരു വിശ്വാസം. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും പലതാണെങ്കിലും ഭാരതത്തിൽ ഇത് ദീപങ്ങളുടെ ആവലി അഥവാ ദീപങ്ങളുടെ നീണ്ട നിരയെന്ന അർത്ഥമുള്ള ദീപാവലിയാണ്. എല്ലാവർക്കും ദീപാവലി ആശംസകൾ.